ഹലോ എവ്രിവൺ, ഇത് മൺഡേ വ്ളോഗാണ്. അപ്പോൾ കുറേ ദിവസത്തെ അവധിക്ക് ശേഷം നമ്മുടെ കാർത്തിക് സ്കൂളിൽ പോകണം. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ലാതെ തന്നെ എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതായത് വെളുപ്പിന് എണീറ്റ് വിളക്ക് കത്തിച്ചിട്ട് ഇത് അരി ഇട്ടു. ഫേസ്ബുക്കിൽ എൻ്റെ അടുത്തൊരു ചേച്ചി കമൻ്റ് ആയിട്ട് പറഞ്ഞു, അരി 3 വട്ടം കൈകൊണ്ട് ഇട്ടിട്ട് വേണം ഇളക്കാൻ. എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഇത്. അത് പറയുന്നതിന് ഒരു രീതിയുണ്ട്. ചിലർ നമ്മളോട് നല്ല രീതിയിൽ പറഞ്ഞു തരും, ചിലർ ഇൻഡയറക്റ്റ് ആയിട്ട് മോശമായിട്ട് പറയും. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. മുട്ടക്കറിക്ക് ഞാൻ ഇന്ന് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതെല്ലാം നല്ലോണം കഴുകി ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചാണല്ലോ ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോഴേ എൻ്റെ നേരത്തെ വീഡിയോസും ഇനിയുള്ള വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ദാ ഒന്ന് പാട്ട് പാടാൻ പോയപ്പോഴേക്കും എൻ്റെ പാല് തിളച്ച് തൂവിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ തിളച്ച് തൂവിയപ്പോൾ എൻ്റെ പാട്ടിൻ്റെ സ്വരവും താളവും രാഗവും ഒക്കെ പോയി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ഇതിൽ ആഡ് ആക്കാഞ്ഞത്. അങ്ങനെ പിന്നെ ഈ ചൂടുവെള്ളം ആയതുകൊണ്ട് ചൂടോടെ തന്നെ ഇത് കുഴയ്ക്കേണ്ടതുകൊണ്ട് എൻ്റെ കൈ നല്ലോണം പൊള്ളുന്നുണ്ട്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്നതല്ല, പക്ഷെ എൻ്റെ കൈ നല്ല രീതിയിൽ പൊള്ളി ചുവന്നു വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് രാവിലെ ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിച്ചപ്പോൾ വെളിയിലോട്ടൊന്ന് നോക്കിയപ്പോൾ നല്ല മഴ. അപ്പം ഞാൻ മുറ്റത്ത് ചെന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഒക്കെ എടുത്തു. നമുക്ക് ഇവിടെ ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ലോണം ആ ഒരു മഴയുടെ ഒരു വ്യൂ കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് മുട്ടക്കറിയാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു, ഉപ്പും തക്കാളിയും കൂടി ഇട്ട് അടച്ച് വെച്ചു. ആ സമയത്താണ് കാർത്തികിൻ്റെ യൂണിഫോം അയൺ ചെയ്തില്ലെന്ന് ഞാൻ ഓർത്തത്. അങ്ങനെ അത് അയൺ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ട് വന്നു. അപ്പോൾ അതിലേക്ക് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, പെരുംജീരകപ്പൊടി ഉണ്ട്, എക്സ്ട്രാ ഒരു നുള്ളും കൂടെ ചേർത്ത്. എൻ്റെ ഉള്ളത് തീർന്നു പോയിരുന്നു, ഇനി പൊടിക്കണം, അതൊന്നും ഞാൻ ചേർത്തില്ല. പിന്നെയും അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി അടച്ചു വെക്കുക. അത് കഴിഞ്ഞ് ഞാനൊരു ഹാഫ് മുറി തേങ്ങയാണ് എടുത്ത് നല്ലോണം പിഴിഞ്ഞ് എൻ്റെ പാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്ത് ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മുട്ടയൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ മുട്ടയെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് വേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി സെറ്റ്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഗൈസ്. ഞാൻ എവിടെയോ കണ്ടതാണ്, പക്ഷേ അതിലൊരു മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ഞാൻ എൻ്റെ സ്വന്തം കറിയാക്കി. അങ്ങനെ കാർത്തിക്കിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു. അങ്ങനെ അവൻ്റെ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കാർത്തിക് സ്കൂളിൽ പോകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. ബാക്കി വീഡിയോ പിന്നെ കാണാം.